അങ്ങനെ ഡോക്ടർ ഇട്ട ട്വിസ്റ്റ് പ്രകാരം നമ്മൾ സ്കാൻ ചെയ്യാൻ പോയി. ഇതെൻ്റെ സെക്കൻഡ് സ്കാനാണ്. ഇത്തവണയും മടിയിൽ കൂടെയും മുകളിൽ കൂടെയും ഒക്കെ സ്കാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കുറച്ച് പ്രിപ്പയർഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. റേഡിയോളജി ഡോക്ടറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇതെന്തിനാ സെക്കൻഡ് ടൈമും നിങ്ങൾ സ്കാൻ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രോബ്ലം ഫീൽ ചെയ്തനോ? അപ്പോൾ പിന്നെ ഞാൻ വള്ളിയും പുള്ളിയും തെറ്റാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ആദ്യത്തെ സ്കാനിങ്ങിൽ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പം ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, അങ്ങനെ സ്കാനിങ്ങിൽ കാണിക്കാൻ മാത്രമൊന്നും ആയില്ലടോ അത്. സ്കാനിങ് റൂമിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കമൻറ്റ് കിട്ടിയതാണ് അത്, വിച്ച് ഫെൽ വെരി കംഫർട്ടിങ്. ഒന്ന് സംസാരിച്ച് കിട്ടിയാൽ പിന്നെ നമ്മൾ അത് പിടിച്ച് കയറുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്താ കാണുന്നുണ്ടോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആടോ ഒരു സാക്ക് കാണുന്നുണ്ട്, നത്തിങ് ടു വറി, ട്യൂബിലൊന്നും അല്ല, യൂട്രൈൻ വാളിൽ തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. ശരിക്കും ആ ഒരു മൊമെൻറ്റിലെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിവൈൻ ഫീലിംഗ്, ആക്ച്വലി ഐ ആം ക്യാരിങ് എ ലൈഫ് എന്നുള്ളൊരു തോട്ടില്ല, എൻ്റെ കുമ്പയിലുണ്ടത് എന്നുള്ളൊരു ഫീല്, അതൊരു അടിപൊളി ഫീലാണ്. ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ് ടു അസ് എന്നുള്ള ഒരു അടിപൊളി മാജിക്കൽ ഫീലിംഗ് ആണത്. അന്ന് തൊട്ട് എനിക്ക് ആ സ്കാനിങ് റൂമും ആ ഡോക്ടറും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് മുന്നേ കിട്ടാത്ത ആ ഒരു ഫീല്, പോസിറ്റീവ് ഫീല് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും LMB ഡേറ്റൊക്കെ വെച്ചിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ പിന്നെ ഉണ്ട് കേട്ടോ. ഡോക്ടർ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടാവും, LMB ഡേറ്റ് നമുക്ക് മാറ്റാം, ഈ ഒരു സ്കാനിങ്ങിൻ്റെ ഗ്രോത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് LMB ഡേറ്റൊക്കെ മാറ്റി തന്നു. വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ബേബിക്ക് ഫോളിക്കിൾ മെഡിസിനൊക്കെ കൊടുക്കാമല്ലോ എന്നൊരു തോട്ടിലേക്ക് പിന്നെ അത് മാറി. എന്നാലും ഈ ന്യൂസ് അങ്ങനെ ഫ്ലാഷ് ആക്കാനൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ കാണിക്കുന്ന കസർത്തുകളെല്ലാം ഞാൻ പ്രഗ്നൻസി ടൈമിൽ തുടങ്ങി വെച്ചതാണ്. ബ്രെത്ത് എക്സസൈസ് നല്ലതാണെന്ന് കേട്ടു, അതുകൊണ്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഇഷ്ടം പോലെ യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഉണ്ട് യോഗേനെ കുറിച്ചിട്ട്. അതിലെനിക്ക് സ്യൂട്ടബിളും കംഫർട്ടും സേഫുമായിട്ട് തോന്നിയ ഒരു യോഗ ട്യൂട്ടറെ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇത്. ഒരു നല്ല ഫീലൊക്കെ കിട്ടുന്നുണ്ട്. വേണേൽ നിങ്ങൾക്കും തുടങ്ങാം കേട്ടോ.